അനുതാപമേറും ഹൃദയവുമായി അണയുന്നു സ്നേഹവിരുന്നിനായി. കാൽവരി മലയിലെ യാഗബലി അർപ്പിച്ചിടാം ഞങ്ങളണയുന്നു. ജീവിതഭാരവും സുഖവും ദുഃഖവും സ്വീകരിക്കണമേ സ്നേഹനാഥ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടി അങ്ങേ ആത്മാവോടും കൂടെ. പ്രിയ സഹോദരരെ, നവംബർ 17 ചൊവ്വാഴ്ച ഫോർട്ട് കൊച്ചി സാന്താക്രൂസ് കത്തീഡ്രൽ ബസിലിക്കയിൽ നിന്നുള്ള ദിവ്യബലിയാണിത്. നാം അർപ്പിക്കുന്ന ഈ ബലി പരേതരായ പ്രിയ സഹോദരർ കാതറിൻ ആൻഡ് ജോസഫ് ഡിക്രൂസ്, ജോർജ് ചെറുപുള്ളി, സകല മരിച്ച വിശ്വാസികൾക്കും കൊച്ചുവീട്ടിൽ പരേത ആത്മാക്കൾക്കും വേണ്ടിയുള്ള ദിവ്യബലിയാണിത്. വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം 19 അധ്യായം 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങളാണ് ഇന്നത്തെ സുവിശേഷ ഭാഗം. നമുക്കെല്ലാം വളരെ സുപരിചിതമായ ഒരു വചനഭാഗമാണിത്. സക്കേവൂസിനെ കുറിച്ചാണ് ഈ വചനഭാഗം നാം ശ്രവിക്കുക. യേശു സക്കേയൂസിനെ കണ്ടുമുട്ടുകയും അവനോട് ഇന്ന് ഈ ഭവനത്തിന് രക്ഷ വന്നിരിക്കുന്നുവെന്നുള്ള വലിയ ആശ്വാസപൂർണമായ വചനം നൽകുകയും ചെയ്യുന്ന രംഗമാണിത്. ജെറീക്കോ പട്ടണത്തിൽ വെച്ചാണ് ഇത് സംഭവിക്കുന്നത്. ജോഷുവയുടെ പുസ്തകത്തിൽ 6-ാം അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട്, ഈ ജെറീക്കോ പട്ടണം ഒരു ശാപത്തിൻ്റെ പട്ടണമായി മാറിയ സംഭവം. ജോഷുവയുടെ നേതൃത്വത്തിൽ ഇസ്രായേൽ ജനം ആദ്യമായി പിടിച്ചെടുത്ത പട്ടണമാണ് ജെറീക്കോ. ഇത് പിടിച്ചെടുക്കുന്ന രംഗം വളരെ അത്ഭുതകരമാണ്. ഇസ്രായേലിലെ ജനങ്ങളും പുരോഹിതരും കൂടി ഈ പട്ടണത്തിൻ്റെ ചുറ്റുമതിലിന് ചുറ്റും 7 പ്രാവശ്യം കാഹളമൂതി ആരവമുയർത്തണമെന്ന് ജോഷുവ കൽപ്പിക്കുകയാണ്. 7-ാം ദിവസം ഇപ്രകാരം കാഹളം മുഴക്കി ജനം ആർത്തു വിളിക്കുമ്പോൾ ജെറീക്കോ പട്ടണത്തിൻ്റെ 4 മതിലുകളും ചുറ്റുമതിലുകളും മുഴുവനും മറിഞ്ഞു വീഴുകയാണ്. അത് ഒരിക്കലും പുനർനിർമ്മാണം ചെയ്യാൻ പാടില്ല, അവർക്ക് ശാപം എന്നാണ് ജോഷുവ അവിടെ പറഞ്ഞു വയ്ക്കുന്നത്. അങ്ങനെ ഒരു ശാപത്തിൻ്റെ നാടായി ജെറീക്കോ നിൽക്കുമ്പോഴാണ് ഈ നാട്ടിലേക്ക് യേശു കയറി വരുന്നത്. യേശു കയറി വരുമ്പോൾ അവിടെ ഒരു സിക്കമൂർ എന്ന് ആ കാലത്ത് പറഞ്ഞിരുന്ന മരത്തിൻ്റെ മുകളിൽ സക്കേവൂസ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ പാത്തിരിപ്പുണ്ടായിരുന്നു യേശുവിനെ ഒന്ന് കാണുവാനായിട്ട്. ദൈവശാസ്ത്രജ്ഞന്മാർ ഈ ഒരു സംഭവത്തെ ഉൽപ്പത്തി പുസ്തകത്തിൽ ഏദൻ തോട്ടത്തിൽ ആദത്തിനെ ഹവ്വായും കൂടി കമ്പയർ ചെയ്യുന്നുണ്ട്. ദൈവം ഏദൻ തോട്ടത്തിലേക്ക് വരുമ്പോൾ ആദവും ഹവ്വായും ദൈവത്തെ കാണാതിരിക്കാൻ അവരുടെ പാപം നിമിത്തം അവർ മറഞ്ഞിരിക്കുന്നു, ഒളിച്ചിരിക്കുന്നു. ഇവിടെ സക്കേവൂസ് എന്ന് പറഞ്ഞ മനുഷ്യൻ അവനും ജീവിതത്തിൽ ബുദ്ധിമുട്ടുള്ളവനായിരുന്നു. അവൻ യേശുവിനെ കാണുവാനായിട്ട് ഒരു മരത്തിൻ്റെ മുകളിൽ കയറിയിരിപ്പുണ്ട്. യേശുവിനെ കാണാൻ വേണ്ടിയാണ് അവൻ അവിടെ ഒളിച്ചിരുന്നത്. അപ്രകാരം കാണുകയും അവൻ്റെ ജീവിതത്തിൽ, അഥവാ ജെറീക്കോ എന്ന ആ ശാപത്തിൻ്റെ നാട്ടിൽ ഇതാ ഒരു അനുഗ്രഹത്തിൻ്റെ ഒരു കുടുംബം കെട്ടിപ്പടുക്കുവാനായിട്ട് സക്കേവൂസ് എന്ന് പറയുന്ന പാപിയായി മനുഷ്യന് സാധിക്കുന്നു. അതിന് യേശുവിൻ്റെ കടന്നുവരവ് വലിയ ഒരു നിദാനമായി ഭവിക്കുകയും ചെയ്യുന്നുവെന്ന് പറഞ്ഞു വയ്ക്കുകയാണ്. ഇന്ന് നാം ഹംഗരിയിലെ വിശുദ്ധ
എലിസബത്ത് രാജ്ഞിയുടെ തിരുനാൾ കൊണ്ടാടുകയാണ്. ഈ എലിസബത്ത് ഹംഗറിയിലെ അലക്സാണ്ടർ രണ്ടാമൻ രാജാവിൻ്റെ മകളാണ്. 14-ാമത്തെ വയസ്സിൽ ലൂയി ലാൻഡ് ഗ്രേവിനെ അവൾ വിവാഹം ചെയ്തു. ചെറുപ്പം മുതലേ തനിക്ക് അഥവാ തൻ്റെ വീട്ടിൽ കൊട്ടാരത്തിലുള്ള വസ്തുക്കളും പണവും പാവപ്പെട്ടവർക്കുള്ളതാണെന്നുള്ള ചിന്തയായിരുന്നു ഈ കൊച്ചു പെൺകുട്ടിക്ക്. ഇവിടെ 14-ാം വയസ്സിൽ വിവാഹം ചെയ്തതിന് ശേഷം 4-ാമത്തെ കുഞ്ഞിനെ ഉദരത്തിൽ പേറുമ്പോഴാണ് കുരിശുദ്ധത്തിനായിട്ട് ഈ ലൂയി ലാൻഡ് പോകുന്നത്. പോകും വഴിയിൽ പടിഞ്ഞാറ് ഇറ്റലിയിൽ വെച്ച് പനിയും അസുഖങ്ങളും മൂലം ഇയാൾ 1227 മരിക്കുകയാണ്. അതിനുശേഷം ഈ എലിസബത്തിൻ്റെ ജീവിതം വളരെ സങ്കടകരമായിരുന്നുവെങ്കിലും സർവ്വതും ദൈവത്തെ സമർപ്പിച്ചുകൊണ്ട് തൻ്റെ ജീവിതം മനുഷ്യർക്ക് വേണ്ടി ദൈവത്തിനു വേണ്ടി അർപ്പിച്ചുള്ളൊരു ജീവിതം ആയതുകൊണ്ട് ലോകമെമ്പാടും ഇന്നും ഈ വിശുദ്ധയെ വാനോലം പുകഴ്ത്തി അവിടെ മാധ്യസ്ഥം യാചിക്കുകയാണ്. നമുക്കും ഈ ബലി അർപ്പിച്ചുകൊണ്ട് അവിടെ മാധ്യസ്ഥം പ്രാർത്ഥിക്കാം. ഈ ബലി കർത്താവിന് സ്വീകാര്യമായ ബലിയായി തീരാൻ നമ്മുടെ പാപങ്ങളെക്കുറിച്ച് മനസ്തപിച്ച് ഏറ്റുപറയാം. സർവശക്തനായ ദൈവത്തോടും സഹോദരീതികളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴം എൻ്റെ വലിയ പിഴം ആകയാൽ നിത്യേനികയായ പരിശുമറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശ്വസ്തരോടും സഹോദരീതികളോടും ഞാൻ അപേക്ഷിക്കുന്നു. എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, ദരിദ്രരിൽ ക്രിസ്തുവിനെ തിരിച്ചറിയാനും ആദരിക്കാനും വിശുദ്ധ എലിസബത്തിനെ അങ്ങ് അനുഗ്രഹിച്ചുവല്ലോ. ഈ വിശുദ്ധയുടെ മാധ്യസ്ഥം വഴി അവശരെയും ക്ലേശിതരെയും സ്നേഹത്തോടെ അനവരതം ശുശ്രൂഷിക്കാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന അങ്ങയുടെ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. വെളിപാടിൻ്റെ പുസ്തകത്തിൽ നിന്ന് അടുത്ത് തന്നെ സംഭവിക്കാനിരിക്കുന്നവയെ തൻ്റെ ദാസർക്ക് വെളിപ്പെടുത്തി കൊടുക്കാൻ വേണ്ടി ദൈവം ഈശോമിശിഹായ്ക്ക് നൽകിയ വെളിപാട്. ഒരു മാലാഖ മുഖാന്തരം ഇവയെല്ലാം അവിടുന്ന് തൻ്റെ ദാസനായ യോഹന്നാന് കാണിച്ചു കൊടുത്തു. യോഹന്നാനാകട്ടെ ദൈവത്തിൻ്റെ വചനത്തിനും ഈശോമിശിഹായുടെ സാക്ഷ്യത്തിനും താൻ കണ്ട സകലത്തിനും സാക്ഷ്യം വഹിച്ച് ഈ പ്രവചനം വായിക്കുകയും ശ്രവിക്കുകയും ഇതിലെഴുതിയിരിക്കുന്നവ പാലിക്കുകയും ചെയ്യുന്നവർ അനുഗ്രഹീതരത്രേ. ഇതാ സമയം ആസന്നമായിരിക്കുന്നു. യോഹന്നാൻ ഏഷ്യയിലെ 7 സഭകൾക്ക് എഴുതുന്നത് എന്നും ഉണ്ടായിരുന്നവനും ഇപ്പോൾ ഉള്ളവനും ഇനി എന്നും ഉണ്ടായിരിക്കുന്നവനുമായ ആളിൽ നിന്നും അവിടുത്തെ സിംഹാസനത്തിന് മുമ്പിലുള്ള 7 ആത്മാക്കളിൽ നിന്നും ഈശോമിശിഹായിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും ലഭിക്കട്ടെ. അവിടുന്ന് വിശ്വസ്ത സാക്ഷിയും മരിച്ചവരിൽ നിന്നുള്ള ആദ്യജാതനും ഭൗമിക രാജാക്കന്മാരുടെ അധിപതിയും നമ്മെ സ്നേഹിക്കുന്നവനും സ്വന്തം രക്തം കൊണ്ട് നമ്മുടെ പാപങ്ങൾ മോചിച്ചവനും നമ്മെ തൻ്റെ പിതാവായ ദൈവത്തിൻ്റെ രാജ്യവും പുരോഹിതരുമാക്കി തീർത്തവനുമാണ്.
അവിടത്തേക്ക് മഹത്വവും അധികാരവും എന്നേക്കും. ആമേൻ. ലാവദീസിലെ സഭയുടെ ദൂതനെ ഇപ്രകാരം എഴുതുക: വിശ്വസ്തനും സത്യവാനുമായ സാക്ഷിയും ദൈവത്തിൻ്റെ സൃഷ്ടിയുടെ ആരംഭവുമായ ആമേൻ ഇങ്ങനെ അരുൾ ചെയ്യുന്നു: നിന്റെ പ്രവർത്തനങ്ങൾ എനിക്ക് അറിയാം. നീ ചൂടുള്ളവനോ തണുത്തവനോ അല്ല. നീ ചൂടുള്ളവനോ തണുത്തവനോ ആയിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു. നീ ചൂടോ തണുപ്പോ ഉള്ളവനാകാതെ മന്ദോഷനായിരിക്കയാൽ എൻ്റെ വായിൽ നിന്ന് നിന്നെ ഞാൻ ഛർദ്ദിച്ചു കളയും. ഞാൻ ധനവാനാണ്, സമ്പന്നനാണ്, എനിക്ക് ഇനി ഒന്നും ആവശ്യമില്ല എന്ന് നീ പറയുന്നു. നീ നിർഭാഗ്യവാനും ക്ലേശിതനും ദരിദ്രനും അന്ധനും നഗ്നനുമാണെന്ന് നിനക്കറിഞ്ഞുകൂടാ. നീ സമ്പന്നനാകേണ്ടതിന് അഗ്നിയിൽ ശുദ്ധി ചെയ്ത സ്വർണവും നിന്റെ നഗ്നതയുടെ ആക്ഷേപം മാറേണ്ടതിന് നിനക്ക് ധരിക്കാൻ വെള്ളവസ്ത്രവും എൻ്റെ പക്കൽ നിന്ന് വാങ്ങണമെന്നും നീ കാഴ്ച പ്രാപിക്കേണ്ടതിന് നിന്റെ കണ്ണിൽ കുഴമ്പ് എഴുതണമെന്നും ഞാൻ ഉപദേശിക്കുന്നു. ഞാൻ സ്നേഹിക്കുന്നവരെ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്നു. ആകയാൽ നീ ജാഗ്രതയുള്ളവനായിരിക്കുക, അനുതപിക്കുക. ഇതാ ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് എനിക്ക് വാതിൽ തുറന്നു തരുന്ന പക്ഷം ഞാൻ അവൻ്റെ അടുക്കലെത്തുകയും ഞാൻ അവനോട് കൂടെയും അവൻ എന്നോട് കൂടെയും അത്താഴം കഴിക്കുകയും ചെയ്യും. വിജയം വരിക്കുന്നവന് ഞാൻ ജയിച്ച് എൻ്റെ പിതാവിനോട് കൂടെ അവിടുത്തെ സിംഹാസനത്തിൽ ഇരുന്നതുപോലെ എൻ്റെ സിംഹാസനത്തിൽ ഇരിക്കാൻ വരം നൽകും. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. കർത്താവിൻ്റെ വചനം. പ്രതിവചന സങ്കീർത്തനം. വിജയം വരിക്കുന്നവന് എന്നോട് കൂടെ എൻ്റെ സിംഹാസനത്തിലിരിക്കാൻ വരം ഞാൻ നൽകും. വിജയം വരിക്കുന്നവന് എന്നോട് കൂടെ എൻ്റെ സിംഹാസനത്തിലിരിക്കാൻ വരം ഞാൻ നൽകും. കർത്താവിൻ്റെ കൂടാരത്തിൽ ആര് വസിക്കും? കറ കൂടാതെ വ്യാപരിക്കുന്നവനും നീതി പ്രവർത്തിക്കുന്നവനും ഹൃദയത്തിൽ സത്യം വിചാരിക്കുന്നവനും നാവുകൊണ്ട് വഞ്ചന പറയാത്തവനും. വിജയം വരിക്കുന്നവന് എന്നോടുകൂടെ എൻ്റെ സിംഹാസനത്തിലിരിക്കാൻ വരം ഞാൻ നൽകും. കൂട്ടുകാരനോട് തിന്മ ചെയ്യാത്തവനും അയൽക്കാരന് അപമാനം വരുത്താത്തവനും ദുഷ്ടനെ പരിഹാസനായി പരിഗണിക്കാത്തവനും കർത്താവിന് ഭയപ്പെടുന്നവരെ ബഹുമാനിക്കുന്നവനും. വിജയം വരിക്കുന്നവന് എന്നോടുകൂടെ എൻ്റെ സിംഹാസനത്തിലിരിക്കാൻ വരം ഞാൻ നൽകും. സ്വന്തം നഷ്ടത്തിലും സത്യപ്രതിജ്ഞ ലംഘിക്കാത്തവനും പണം അന്യായ പലിശയ്ക്ക് കൊടുക്കാത്തവനും നിഷ്കളങ്കനെതിരായി കൈക്കൂലി വാങ്ങാത്തവനും ഈ വിധമൊക്കെ പ്രവർത്തിക്കുന്നവൻ നീതിമാനാണ്. വിജയം വരിക്കുന്നവന് എന്നോടുകൂടെ എൻ്റെ സിംഹാസനത്തിലിരിക്കാൻ വരം ഞാൻ നൽകും. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, അങ്ങയുടെ ഊടുവഴികൾ എനിക്ക് ഉപദേശിച്ചു തരണമേ. അങ്ങയുടെ സത്യത്തിൽ എന്നെ നടത്തേണമേ. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളോടുകൂടെ. വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷത്തിൽ നിന്ന്. അക്കാലത്ത് യേശു ജെറിക്കോയിൽ പ്രവേശിച്ച് അതിലൂടെ കടന്നു പോവുകയായിരുന്നു. അവിടെ സക്കേവൂസ് എന്നു പേരായ ഒരാളുണ്ടായിരുന്നു. അവൻ ചുങ്കക്കാരിൽ പ്രധാനനും ധനികനുമായിരുന്നു. യേശു ആരെന്ന് കാണാൻ അവൻ ആഗ്രഹിച്ചു. പൊക്കം കുറവായിരുന്നതിനാൽ ജനക്കൂട്ടത്തിൽ നിന്നുകൊണ്ട് അത് സാധ്യമാകുമായിരുന്നില്ല. യേശുവിനെ കാണാൻ വേണ്ടി അവൻ മുമ്പേ ഓടി ഒരു സിക്കമൂർ മരത്തിൽ കയറിയിരുന്നു. യേശു അതിലെയാണ് കടന്നു പോകാനിരുന്നത്. അവിടെ എത്തിയപ്പോൾ അവൻ മുകളിലേക്ക് നോക്കി പറഞ്ഞു, സക്കേവൂസ്, വേഗം ഇറങ്ങി വരിക, ഇന്ന് എനിക്ക് നിന്റെ വീട്ടിൽ താമസിക്കേണ്ടിയിരിക്കുന്നു. അവൻ തിടുക്കത്തിൽ ഇറങ്ങിച്ചെന്ന് സന്തോഷത്തോടെ അവനെ സ്വീകരിച്ചു. ഇത് കണ്ടപ്പോൾ അവരെല്ലാവരും പിറുപിറുത്തു, ഇവൻ പാപിയുടെ വീട്ടിൽ അതിഥിയായി താമസിക്കുന്നല്ലോ. സക്കേവൂസ് എഴുന്നേറ്റ് പറഞ്ഞു, കർത്താവ്, ഇതാ എൻ്റെ സ്വത്തിൽ പകുതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കുന്നു. ആരുടെയെങ്കിലും വക വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ 4 ഇരട്ടിയായി തിരിച്ചു കൊടുക്കുന്നു.
യേശു അവനോട് പറഞ്ഞു, ഇന്ന് ഈ ഭവനത്തിന് രക്ഷ ലഭിച്ചിരിക്കുന്നു. ഇവനും അബ്രാഹത്തിൻ്റെ പുത്രനാണ്. നഷ്ടപ്പെട്ടു പോയതിനെ കണ്ടെത്തി രക്ഷിക്കാനാണ് മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത്. കർത്താവിൻ്റെ സുവിശേഷം. ഈ സുവിശേഷ വചനങ്ങൾ നമ്മുടെ പാപങ്ങൾ നീക്കം ചെയ്യുമാറാകട്ടെ. ആമേൻ. ഈ യാഗവേദിയിലെന്നെ അങ്ങേക്കർപ്പണം ചെയ്യും നിതാ. ഈ യാഗവേദിയിലെന്നെ അങ്ങേക്കർപ്പണം ചെയ്യും നിതാ. ഈ ജീവിതാർച്ചന സ്വീകരിച്ചെന്നെ നിൻ സ്വന്തമാക്കുവാൻ കനിയൂ. ഈ ജീവിതാർച്ചന സ്വീകരിച്ചെന്നെ നിൻ സ്വന്തമാക്കുവാൻ കനിയൂ. ഈ യാഗവേദിയിലെന്നെ അങ്ങേക്കർപ്പണം ചെയ്യും നിതാ. എൻ കണ്ണിൽ നിറയും ചുടുകണ്ണുനീർ കാസയിലർപ്പിക്കുന്നു. എന്നാത്മനൊമ്പര തീയണയ്ക്കാൻ നിന്നാത്മശാന്തിയേകൂ. എന്നകതാരിൽ നിന്നിറവീകി നവസൃഷ്ടിയാക്കണമേ. എന്നെ നവസൃഷ്ടിയാക്കണമേ. പ്രിയ സഹോദരരെ, നമ്മൾ അർപ്പിക്കുന്ന ഈ ബലി സർവശക്തന പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമായിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. കർത്താവ് തന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവനും നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവേ, അങ്ങേ ജനത്തിൻ്റെ കാണിക്കകൾ സ്വീകരിക്കണമേ. അങ്ങേ പുത്രൻ്റെ നിസ്സീമമായ സ്നേഹത്തിൻ്റെ പ്രവൃത്തി അനുസ്മരിക്കുന്ന ഞങ്ങളെ വിശുദ്ധ എലിസബത്തിൻ്റെ മാതൃകയാൽ അങ്ങയോട് അയൽക്കാടുമുള്ള സ്നേഹത്തിൽ ആഴപ്പെടാൻ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അതിജിതവും ന്യായവും അത്രയും. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. എന്തെന്നാൽ സ്വർഗരാജ്യത്തെ പ്രതി തങ്ങളെ തന്നെ ക്രിസ്തുവിന് സമർപ്പിച്ച വിശുദ്ധരിൽ അങ്ങേ വിസ്മയനീയമായ പരിപാലനം ആഘോഷിക്കുന്നത് സമുചിതമാണ്. അങ്ങനെ മനുഷ്യപ്രകൃതിയെ ആദ്യോത്ഭവത്തിൻ്റെ വിശുദ്ധിയിലേക്ക് തിരികെ വിളിക്കുകയും നവയുഗത്തിൽ പ്രാപിക്കുകയും അനുഭവിക്കുകയും ചെയ്യേണ്ട ദാനങ്ങളിലേക്ക് അങ്ങ് ആനയിക്കുകയും ചെയ്യുന്നു. ആകയാൽ വിശുദ്ധരോടും സകല മാലാഖമാരോടും ചേർന്ന് അങ്ങയെ സ്തുതിച്ചുകൊണ്ട് ഞങ്ങൾ ആലപിക്കുന്നു. പരിശുദ്ധൻ 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 സൈന്യങ്ങൾ തൻ കർത്താവ ദൈവം പരിശുദ്ധൻ ദൈവം പരിശുദ്ധൻ. നിരുപമങ്ങി മഹിമകളാൽ നിറഞ്ഞ മഹിയും വിണ്ടലവും ഓസാന ഓസാന അത്യുന്നതങ്ങളിൽ ഓസാന. കർത്താവിൻ തിരുനാമത്തിൽ വരുവോനേറ്റം ധന്യനുമാ ഓസാന ഓസാന
അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സമ്മനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് ആശീർവദിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്കു വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേയ്ക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് ആശീർവദിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്കു വേണ്ടിയും അനേകർക്കു വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നവരെ അങ്ങേ മനം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങേ ഒരു പിളേറ്റ് പറയുന്നു. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണവുയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുമ്പ് നിൽക്കുന്നതിനും അങ്ങയെ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവൻ്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമേ എന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പയോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ ജോസഫ് കരിയിൽ മെത്രാനോടും മറ്റെല്ലാ മെത്രാന്മാരോടും വൈദികഗണത്തോടും സന്യസ്തരോടും സകല ജനങ്ങളോടുമൊത്ത് സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിലെത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോടെ നിദ്ര കൊള്ളുന്ന ഞങ്ങളുടെ പ്രിയ മാതാപിതാക്കളെയും സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളിലെല്ലാവരിലും കനിയണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാ മറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട ഔസേപ്പിതാവിനോടും അനുരഹിതരായ അപ്പോസ്തലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങയെ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശുക്രിസ്തു വഴി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ ക്രിസ്തുവിനോടുകൂടെ ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേയ്ക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നുമെന്നേക്കും ആമേൻ. രക്ഷാകരമായ കൽപ്പനകളാൽ ഉത്ബോധിതരായും ദിവ്യ ഉപദേശത്താൽ രൂപവൽകൃതരായും നിർഭയം നമുക്ക് ഏറ്റുചൊല്ലാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങേ നാമം പൂജിതമാകണമേ, അങ്ങേ രാജ്യം വരണമേ, അങ്ങേ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ.
ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർ നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാകുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാകുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ ശക്തിയും മഹത്വവും എന്നേക്കും അവിടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നുവെന്ന് അങ്ങേ അപ്പോസ്തലന്മാരോട് അരുളിച്ചെയ്ത കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൻ പാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകാൻ കനിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോടും കൂടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൽ കുഞ്ഞാടി ഞങ്ങളിൽ നീ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൽ കുഞ്ഞാടി ഞങ്ങളിൽ നീ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൽ കുഞ്ഞാടി ഞങ്ങൾക്ക് ശാന്തി നൽകണമേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. ദിവ്യകുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ട നാം അനുരഹിതർ. കർത്താവേ, അങ്ങന്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. അങ്ങൊരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി, എൻ്റെ ആത്മാവസം പ്രാപിക്കും. ക്രിസ്തുവിൻ്റെ തിരുശരീരവും രക്തവും നമ്മെ നിത്യജീവിതത്തിന് അർഹരാക്കുമാറാകട്ടെ. ആമേൻ. യേശുവേ, നീ എനിക്കായി ഇത്രയേറെ സ്നേഹമേക, അടിയനിൽ യോഗ്യതയായി എന്ത് കണ്ടു നീ. സ്നേഹമേ, നിൻ ഹൃദയം ക്ഷമയുടെ സാഗരമോ, നന്മകൾക്ക് നന്ദിയാൻ എന്തു ചെയ്യും ഞാൻ. നിരന്തരമെൻ കഴിവിൽ അഹങ്കരിച്ചാശ്രയിച്ച് പലരുടെ സന്മനസാൽ ഉയർന്നതു ഞാൻ മറന്നു. അടച്ചൊരു കോട്ട പോലായി ഹൃദയത്തിൻ വാതിലെന്നും എളിയവർ വന്നിടുമ്പോൾ തിരക്കിൻ്റെ പാവമെന്നും ഈശോ പറയൂ നീ ഞാൻ യോഗ്യനോ. യേശുവേ, നീ
ഇത്രയേറെ സ്നേഹമേക അടിയനിൽ യോഗ്യതയായി എന്തു കണ്ടു നീ സ്നേഹമേ നിൻ ഹൃദയം ക്ഷമയുടെ സാഗരമോ നന്മകൾക്കു നന്ദിക എന്തു ചെയ്യും ഞാൻ എന്തു ചെയ്യും ഞാൻ രോഗികളെ സുഖപ്പെടുത്തുകയും ദുഃഖിതരെ ആശ്വസിപ്പിക്കുകയും ചെയ്യുന്ന കർത്താവേ, കൊറോണ വൈറസുമായി രോഗബാധിതരായി കഴിഞ്ഞ് ഞങ്ങളുടെ സഹോദരങ്ങളെ അങ്ങേ തിരുമുമ്പിൽ സമർപ്പിക്കുന്നു. അവരെ ശുശ്രൂഷിക്കുന്ന ഡോക്ടർമാർ, നഴ്സുമാർ, ബന്ധുമിത്രാദി എന്നിവരെയെല്ലാം രോഗബാധിതരെ സംരക്ഷിക്കുകയും കാത്തുകൊള്ളുകയും ചെയ്യണമേ. രോഗികളോട് ശുശ്രൂഷ മനോഭാവത്തോടെയും ആത്മധൈര്യത്തോടെയും പെരുമാറുവാനുള്ള കൃപ അവർക്ക് നൽകണമേ. കൊറോണ വൈറസിനെ പ്രതികരിക്കുവാനുള്ള മാർഗങ്ങൾ കണ്ടെത്തുവാൻ രാഷ്ട്രത്തലവന്മാരെയും ഭരണാധികാരികളെയും ഡോക്ടർമാരെയും അങ്ങ് സഹായിക്കണമേ. മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലൂടെ നടക്കുന്നതെങ്കിലും അവിടുന്ന് കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല എന്ന് ഉദ്ഘോഷിച്ച സങ്കീർത്തനോട് ചേർന്ന് ഉറച്ച വിശ്വാസത്തോടെയും പ്രത്യാശയോടും കൂടെ ഞങ്ങളും അങ്ങിൽ ആശ്രയിക്കുന്നു. നിനേവ നിവാസികളെ പോലെ അനുതാപവും പ്രായശ്ചിത്തവും വഴി ഞങ്ങളും മാനസാന്തര വഴികളിലൂടെ അങ്ങേ പക്കലേക്ക് തിരികെ വരുന്നു. ഞങ്ങളുടെ എളിയ പ്രാർത്ഥനകൾ സ്വീകരിച്ച് എല്ലാ വിപത്തുകളിൽ നിന്നും പകർച്ചവ്യാധികളിൽ നിന്നും വിശേഷ കൊറോണ വൈറസ് ബാധയിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങയുടെ അനന്തമായ കാരുണ്യത്താൽ സംരക്ഷിക്കണമേ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ദിവ്യരഹസ്യങ്ങളാൽ നവീകൃതരായി അക്ഷീണമായ ഭക്തിയോടെ അങ്ങയെ വണങ്ങുകയും നിസ്സീമമായ സ്നേഹത്തോടെ അങ്ങേ ജനത്തെ സേവിക്കുകയും ചെയ്ത വിശുദ്ധ എലിസബത്തിൻ്റെ മാതൃക അനുകരിക്കാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവിൻ്റെ സമാധാനത്തിൽ പോകുവിൻ. ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തിന് നന്ദി. ആഴമതിൽ ഞാൻ കീഴുകയാണിൻ അഴലുകൾ നീക്കണമേ. എന്നോട് രോദന നിനതം കേൾക്കാൻ നിൻ ചെവി ചായിക്കണമേ. കർത്താവേ കനിയണമേ. യേശുവേ കനിയണമേ. കർത്താവേ കനിയണമേ. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങളുടെ നാമം പൂജിതമാകണമേ. ഞങ്ങളുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് രക്ഷിക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേക നിവാർന്ന എല്ലാ പാപങ്ങൾക്കും മാപ്പ് കൊടുക്കുകയും എല്ലാ മനുഷ്യരുടെയും നിത്യരക്ഷ ആഗ്രഹിക്കുകയും ചെയ്യുന്നുവല്ലോ. ഞങ്ങളിത് വേപ്പിഞ്ഞു പോയി അങ്ങേ ദാസർ കാതറിൻ, ജോസഫ്, ഡിക്രൂസ്, ജോർജ്, ചെറുപുള്ളി, സകല മരിച്ച വിശ്വാസികളും കൊച്ചുവീട്ടിൽ പരേതാത്മാക്കൾ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെയും സകല വിശുദ്ധരുടെയും മധ്യസ്ഥത വഴി നിത്യസൗഭാഗ്യം അനുഭവിക്കുവാൻ ജയിക്കണമേ. എന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടുള്ളണമേ. ആമേൻ. കർത്താവേ, ഇവർക്ക് നിത്യവിശ്രാന്തി നൽകണമേ. സൂര്യയുടെ മേൽ പ്രകാശിക്കുകയും ചെയ്യട്ടെ. ഇവിടെ ആത്മാവും മരിച്ച മറ്റെല്ലാ വിശ്വാസാത്മാക്കളും കർത്താവിൻ്റെ കാരുണ്യത്താൽ സമാധാനത്തിൽ ആശ്വസിക്കട്ടെ. ആമേൻ. പരിശുദ്ധ പരമം ദിവികാഠ്യത്തിന് നേരം ആരാധനയും സ്തുതിയും തുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.
പരിശുദ്ധ പരമം ദിവികാഠ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമം ദിവികാഠ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.